ജോർജ് കുട്ടിയും കുടുംബത്തെയും അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല. കാണുന്ന കാഴ്ചകൾ അല്ല സത്യം, കാണിക്കപ്പെടുന്നതാണ് സത്യം. ഈ ഡയലോഗ് ചിന്തകൾ ഉണർത്തുവാൻ വിരളമായിരിക്കും. ഒരു സിനിമയുടെ ഒരു ഭാഗം മാത്രം കാണാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും പലരും. കൂടുതൽ ഭാഗങ്ങൾ ഇറങ്ങുന്നത് താല്പര്യമില്ലാത്തവർ. ദൃശ്യം എന്ന സിനിമയെ സംബന്ധിച്ച് കഥ മാറുകയാണ്. ഓരോ ഭാഗത്തിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 2013 റിലീസ് ചെയ്ത ആദൃശ്യ ചിത്രം കേവലം ഒരു ക്രൈം ത്രില്ലർ എന്നത് മാത്രമല്ല, കുടുംബ ബന്ധങ്ങളുടെയും അതിജീവനത്തിന്റെയും പുതിയൊരു ഭാഷ കൂടിയായിരുന്നു പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. ജോർജ് കുട്ടി എന്ന സാധാരണക്കാരനായ മനുഷ്യൻ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന അസാധാരണമായ നീക്കങ്ങൾ അത്രയേറെ ശ്രദ്ധിക്കുന്നതോടും കൃത്യതയോടും കൂടിയാണ് ജിത്തു ജോസഫ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. തെന്നിന്ത്യൻ ഭാഷകൾക്കിപ്പുറം ചൈനീസ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷയിലേക്ക് റിലീസ് ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള ചിത്രം. ഒക്ടോബർ 2 എന്ന തീയതിയും ധ്യാനം കൂടാനായി പോയി എന്ന ഒറ്റ വാക്കിലും പിടിച്ചു തൂങ്ങിക്കൊണ്ട് ഒരു അതിജീവനമാണ് ജോർജ് കുട്ടിയും കുടുംബവും സിനിമയിലുടനീളം നടത്തുന്നത്. മോഹൻലാൽ, മീന, അൻസിബ, എസ്തർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗവും ഈ വർഷം റിലീസ് ചെയ്യും. ഇതിനിടെ സിനിമയുടെ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട സംവിധായകൻ ജിത്തു ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. ചിത്രത്തിൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനായി ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് മമ്മൂട്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മമ്മൂട്ടിക്ക് ഡേറ്റ് ഇഷ്യൂ കാരണം അത് ചെയ്യാൻ സാധിച്ചില്ല. കഥ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു, നമുക്ക് ചെയ്യാം എന്നൊക്കെ എന്നോട് പറഞ്ഞതാണെന്ന്. എന്നാൽ ഡേറ്റ് വന്നപ്പോൾ നീ വേറെ മറ്റാരെങ്കിലും നോക്ക് എന്ന് എന്നോട് പറഞ്ഞു. കൂടാതെ പൃഥ്വിരാജ് നായകനായ മെമ്മറീസ് എന്ന സിനിമയും ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് മമ്മൂട്ടിയാണ്. എന്നാൽ ആ സിനിമയുടെ കഥ അദ്ദേഹത്തിന് അത്ര കൺവിൻസിംഗ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് വലിയ താല്പര്യം കാണിച്ചില്ല. എന്നാൽ ദൃശ്യം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹത്തിന് ലഭിച്ചതില്ല. കൂടാതെ മമ്മി ആൻഡ് മീ എന്റെ സിനിമയുടെ കഥ ഒരു പ്രമുഖ എഴുത്തുകാരനും നടനുമായ വ്യക്തിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു എന്നും, അങ്ങനെ അത് കേട്ട് ചെയ്യാതിരുന്നെങ്കിൽ തൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ നഷ്ടമായേനെ. അതൊക്കെ ഓരോരുത്തരും കാഴ്ചപ്പാടല്ലേ എന്നാണ് ജിത്തു ജോസഫ് പ്രതികരിച്ചത്. ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചത്.